ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ടെൻസി. എല്ലാവർക്കും എൻ്റെ ചാനലായിട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് പൊട്ടറ്റോ റൈസ് ആട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടോ. പക്ഷേ അപ്പോൾ പൊള്ളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിങ്ങനെ ഉണ്ടാവും, പാത്രത്തിലെടുത്തിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നില്ലേ, ചില തരം ഫുഡ് അങ്ങനെ തോന്നുന്ന ഒരു റൈസാട്ടോ. ഈ വറ്റൽമുളകും ഉള്ളിയും ചതച്ചെടുക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ കൂടെ പൊട്ടറ്റോയും കൂടെ വന്ന് ചേരുമ്പോൾ അപ്പാര ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുക കേട്ടോ, അത്ര ടേസ്റ്റാണ്. വേറെ കറി ഒന്നും വേണ്ട, ഇത് തന്നെ മതി. പപ്പടം ഉണ്ടെങ്കിൽ അത് പപ്പടം തൈര് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഇതൊന്നും വേണ്ടെങ്കിൽ തന്നെ ഈ റൈസ് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലും ഒരു 3 പെൺകുട്ടികൾ മരിച്ചല്ലേ, 2 പേര് ഷാർജയിലും ഒരാൾ നാട്ടിലൊരാൾ പുഴയിൽ കുഞ്ഞിനെയായിട്ട് മരിച്ചില്ലേ. അപ്പോൾ ഒന്ന് പറയട്ടെ, ഇത് ഞാൻ പറയാൻ ആരാന്നൊന്നും അറിയത്തില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും ഫേസ് ചെയ്യുന്നതാണ് ജീവിതത്തിൽ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാരെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല കേട്ടോ നമ്മുടെ ലൈഫ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ, മാരീഡ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് തനിച്ച് ജീവിക്കാൻ പഠിക്കുക. ഇഷ്ടമുള്ള ജോലിയെടുത്ത്, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്താ പറയുക, യാത്രകൾ ചെയ്ത് ഒക്കെ നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം കേട്ടോ. നമുക്ക് ഒരു പെണ്ണാന്നൊരു ധാരണ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുന്ന ധാരണ കൊണ്ടാണോ എന്തുകൊണ്ടാണോ പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ പുറത്തോട്ടൊന്ന് നോക്കുക. ഇങ്ങനെയും കുറച്ച് പേര് ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ ആരും കാണത്തില്ല, പക്ഷേ പറ്റുന്നത്ര ജോലി എടുത്തിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ജോലി എടുത്തിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തന്നെ ഞാൻ പറയും. പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ, എന്തായാലും പ്രശ്നങ്ങൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോൾ ചെറുതും വലുതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അത് എല്ലാവരും ലൈഫ് അങ്ങനെയാണ്. നമ്മൾ ചിലരെയൊക്കെ കാണുമ്പോൾ അവരെന്ത് ഹാപ്പിയാന്ന്, പക്ഷെ അവരുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഒരു മാരീഡ് ലൈഫിൽ ഞാൻ നോക്കിയിട്ട് ഇത്ര വലിയ ഇഷ്യൂസ് ഉണ്ട്. കാരണം നമുക്ക് വെട്ടി മാറ്റാവുന്ന ഒരു ബന്ധമാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പെൺകുട്ടികൾ എന്ത് ബുദ്ധിമോശം കാണിക്കണേന്ന് ഓർക്കുക. കാരണം നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒരാളെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നു. അല്ലാണ്ട് നമ്മൾ അത് ജീവിതകാലം മുഴുവൻ അതിനെ കൊണ്ടു നടക്കണമെന്ന് ഒരു ഇതുമില്ല. അത് നമുക്ക് വേണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. ആദ്യം കുറച്ച് നാൾ ഒറ്റയ്ക്ക് ജീവിക്കണം, ഞാനത് തന്നെ പറയാം. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലൊരു സുഖമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നോക്കുക, വേറൊരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക, വേറൊരു ജീവിതം തിരഞ്ഞെടുക്കുക, ഒക്കെ ചെയ്തോളൂ. അതിനൊക്കെ പുറത്തുനിന്ന് പലരും പല കുറ്റപ്പെടുത്തലുണ്ടാകും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ ഇതിലൂടെല്ലാം നമ്മൾ ജീവിക്കുക. നമ്മുടെ ഒരു തീരുമാനം ഉണ്ടാകണം നമ്മുടെ ലൈഫിൽ. നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരു 100 പേരുണ്ടാവും. ഇവരൊക്കെ ഉണ്ടല്ലോ, ആരും നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ മരണത്തിലോട്ട് പോകരുത്. മരണം ഒന്നിനും ഒരു ഇതല്ല. കാരണം നമ്മുടെ ലൈഫ് കളഞ്ഞിട്ട് ഈ പറയുന്നവരും ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒക്കെ സുഖമായിട്ട് ജീവിക്കും, നമ്മുടെ ലൈഫ് നഷ്ടപ്പെടും. അപ്പോൾ ആ വഴിക്കൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. പ്രശ്നങ്ങളല്ല, എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ. അത് അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് എന്താണോ സന്തോഷം അത് കണ്ട് ജീവിക്കാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വാക്കാട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ഇതാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാട്ടോ. ഞാനൊരു മോട്ടിവേഷനോ അങ്ങനെ ഒന്നും പറയുന്നില്ല, പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം വെച്ചാൽ നിസ്സാര ഒരു കാര്യമാണ്. ഒക്കെ ഒരു ഫാമിലി ഉണ്ടാവുക, ഒരു കുടുംബം ഉണ്ടാക്കുക ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെ ജീവിതം നശിപ്പിക്കുകയല്ല ചെയ്യേണ്ട കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞാട്ടോ. അപ്പം എൻ്റെ റൈസൊക്കെ എല്ലാം റെഡി ആയിട്ടോ. ഇതിനൊന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇഷ്ടമില്ലെന്ന് തന്നെ പറയും കേട്ടോ. പക്ഷേ ഈ റൈസ് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം കേട്ടോ. ബാച്ചിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു. പൊളി ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിങ്ങനെ കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പക്ഷേ കഴിച്ചില്ല കേട്ടോ. ഒത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാനൊരു വെജിറ്റബിളൊക്കെ വെച്ചേക്കുന്നത് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ റൈസ് മാത്രം മതി. പപ്പടമൊന്നും വേണമെന്നില്ല, ഉണ്ടെങ്കിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് മാത്രം മതി, അത്രയ്ക്കും നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.